ഒരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് കണ്ടാലോ, അതും നല്ല കളർ ഷീറ്റ്സ് ആണ്, പ്രീമിയം ലുക്കിൽ വരുന്ന കളർ ഷീറ്റ്സ് ആണ് ഇതിൽ. 4 കളർ ഷെയ്ഡ്സിലാണ് വരുന്നത്. ടോപ്പിൽ വരുമ്പം യോക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ത്രെഡും അതിനകത്ത് മിറേഴ്സും കൊണ്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ദാമൻ ഉണ്ടോ, ഇത് നല്ല എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ഫ്ലോറൽ പാറ്റേൺ, അതിലും ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് പാറ്റേൺ. പിന്നെ ദുപ്പട്ട വരുന്നത് ഫുള്ളി ആ ഒരു പ്രിന്റഡ് സ്റ്റൈൽ വിത്ത് ഇതുപോലെ ഗോൾഡൻ സെറി ഒക്കെയാണ്. ഒരു ലിനൻ്റെ ഒക്കെ ടച്ച് പോലെ വരും. നല്ല സിൽക്ക് ബീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ്. തുറന്നു നോക്കാം. ഈ ഒരു ഫാബ്രിക് നല്ല ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ടോപ്പിൽ ഓൾ ഓവർ ചെറിയ ചെറിയ, അതായത് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന രീതിയിൽ കുറച്ചൊരു ഇൻവിസിബിൾ സൈഡിൽ സെൽഫ് ഡിസൈൻ ഓൾ ഓവർ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇത്തിരി ഓവർ അല്ലാത്തൊരു വർക്കാണ് യോക്കിൽ. സോ ഇങ്ങനെ അതായത് 2 സൈഡിലും ഒക്കെ ദുപ്പട്ട ഇടുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വർക്കാണ് അവർക്ക് വേണ്ടത്. ഡാമൻ നോക്കി നല്ല ക്യൂട്ടല്ലേ. അതിനകത്തും മിറേഴ്സും ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ജെറി ബോർഡർ ഡാമനിൽ വരുന്നുണ്ട്. നല്ല ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസിലാണ് ഡാമൻ ബോർഡർ വരുന്നത്. ബാക്ക് ഇതുപോലെ ആ ഒരു സെൽഫ് ഡിസൈൻസ് ഓൾ ഓവർ ചെയ്തിട്ടുള്ള ഒരു ബാക്ക് പാനലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. നല്ല ലുക്ക് തന്നെയായിരിക്കും. ആൻഡ് നല്ല ഫാബ്രിക് ആണ്, അധികം ചൂടൊന്നും എടുക്കില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്. ദുപ്പട്ടയിലും ഈ ഫ്ലോറൽ പ്രിന്റ് കാണുമ്പോൾ മനസ്സിലാവും, അതായത് ഒത്തിരി ഓവറല്ല, നമ്മുടെ ബേസ് കളറിനോട് തന്നെ നല്ല മാച്ചിങ് ആവുന്ന ലൈറ്റിൻ്റെയും ഡാർക്കും കോംബോയിലാണ് ഫ്ലോറൽസ് ചെയ്തിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ലൈൻസ് ആൻഡ് സെയിം കളറിലാണ് ബോട്ടം. നല്ല ബ്ലൂ ഷെയ്ഡ് അല്ലേ, ബ്യൂട്ടിഫുൾ ബ്ലൂ. ഡാമൻ നോക്കിയോളൂ. ഇത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഡാമനാണ്. യോക്കിലെ വർക്കിനേക്കാളും മെയിൻ ഹൈലൈറ്റ് 2 ലൈറ്റ് ഡാർക്ക് കോമ്പോസ് വരുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആണ്. അതിൻ്റെ നടുക്ക് ആ ഒരു ഓഫ് വൈറ്റ് വരുമ്പോൾ എഗെയിൻ ആ വർക്കിനെ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആക്കും വിത്ത് ആ ഒരു ഗോൾഡൻ ബോർഡർ. പിന്നെ സെൽഫ് ഡിസൈൻ ആണ് ഫുള്ളി വന്നിരിക്കുന്നത്. യോക്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്, അത് അതിൻ്റെ അകത്ത് ഹാൻഡ് വർക്കും മിറേഴ്സും കൂടെ മിക്സ്ഡ് ആണ്. ദുപ്പട്ടയിൽ ഫ്ലോറൽസ് വിത്ത് ഇതുപോലെ ഗോൾഡൻ ബോർഡർ, ചെറിയൊരു ഗോൾഡൻ ബോർഡർ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയ ബോർഡർ നമുക്ക് ഫങ്ഷൻ വിയർ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ചൂടൊന്നും എടുക്കില്ല. നല്ല ലൈറ്റ് വെയിറ്റ് വളരെ കംഫർട്ടബിൾ ഫാബ്രിക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വിത്ത് സാൻഡൂൺ ബോട്ടം. സോ അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ചെറിയൊരു ബ്രിക്കിൻ്റെ ഒക്കെ മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്. ഇതാണ് അതിൻ്റെ ദാമൻ ബോർഡർ കൊടുത്തേക്കുന്നത്. ദാമൻ ബോർഡർ വളരെ ക്യൂട്ടാണ്. നമ്മൾ അതായത് ആ ചെറിയ ഫ്രഞ്ച് നോട്ട്സ് ലൈറ്റ് യെല്ലോ ഷെയ്ഡും പിന്നെ ആ ഫ്ലോറൽസിൻ്റെ നടുക്ക് മിറേഴ്സും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആണ്. ഇങ്ങനെ ചെറിയ വെട്ടവും ലൈറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ആ ഒരു ഗ്ലിറ്റർ ലുക്ക് വരും. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക് വന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ്. വർക്കിനേക്കാളും ഫാബ്രിക് വളരെ കംഫർട്ടാണ്. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം. അതായത് ഈ മൽച്ചന്തേരിയുടെയൊക്കെ ആ ഒരു മൽച്ചന്തേരിയേക്കാളും കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കും ഈ ഫാബ്രിക്. 1240 പ്രൈസ്. ലാസ്റ്റ് കളർ വളരെ വെറൈറ്റി ആണ്. വീഡിയോയിൽ കുറച്ചുകൂടെ പീസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. പീസ്റ്റൽ അല്ല, ഇതൊരു ഗോൾഡൻ ചിക്കു കളർ ഷെയ്ഡാണ് വന്നേക്കുക. ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ അധികം ഇല്ലാത്ത പോലത്തെ ഒരു വെറൈറ്റി ലുക്ക് ആൻഡ് ഷെയ്ഡ്. വർക്ക് പാറ്റേൺ സെയിം. ഇത്രയും കളർ ഷെയ്ഡ്സ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളൂ. നല്ല ഫ്ലോറൽ പാറ്റേൺ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നേക്കുക. 1240 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.